ക്ലാരേ പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചു കേട്ടാ. അയ്യോ എന്തിനാ കഴിയാ? ഞാൻ കഴിവില്ലായിരുന്ന അതവിടെ വെച്ചാ പോരായിരുന്ന. നീ ഇപ്പൊ അത് കഴുകാൻ പോയ എന്തിനാ? എവിടെ കഴുകാനാ തേക്കാനാ? ഇങ്ങോട്ട് വാ. ഇവിടെ എന്താ നടക്കാൻ? ഞാനും ചോദിച്ചപ്പോ അതങ്ങ് തേച്ചേക്കാന്ന് വെച്ചു. തേക്കണൻ്റെ ആ ഒരു വൃത്തി കണ്ടുപടി. നീ പലപ്പോഴും തേക്കാറുണ്ടല്ലോ ഇവിടെ. ഇതാ അവിടെ തേച്ചിട്ടേക്കണ കണ്ടു നോക്ക്. കണ്ട ഇങ്ങനെ വേണം തേക്കാൻ പൊന്നു മോളെ. വേണ്ട അതങ്ങനെ തേക്കണം എന്നുള്ള മനസ്സിലൊരു ചിന്ത വേണം. നന്നായിട്ടില്ലടി. ഇത് എന്നെ തേക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഇങ്ങനെ അങ്ങ് തേക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കും. ശരിയാവാറില്ല അവള് തേക്കുമ്പോ. ആ അവളെ എവിടെ നീ ഒന്ന് പഠിപ്പിച്ചു നോക്കുന്നത്. കണ്ടുപഠിച്ചോ കണ്ടുപഠിച്ചോ. അവള് പഠിച്ചോ. ഇഷ്ടപ്പെട്ടില്ല. പോയാ? അയ്യോ നീ എവിടെ പോണേ ഇപ്പൊ? ഞാൻ പാർട്ടി ഓഫീസിൽ മീറ്റിംഗ് ഉണ്ടടി. അയ്യോ നീ പോയിട്ട് വേഗം വരുമോ? എന്തേ? ഞാനിവിടെ തനിച്ചല്ലേടാ. ഞാൻ ആരോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കാനാ? അവളുണ്ടല്ലോ. ഞങ്ങൾക്ക് മൗനവ്രതല്ലേ? ഞാനിവിടെ ഇരുന്ന് ബോറടിക്കും. എന്തായാലും നീ പോയിട്ട് വേഗം വന്നോട്ടെ. നോക്കാം. ആ നോക്കല്ലേ വേഗം വന്നും. അതേ പോയി വരുമ്പോ ഇത്തിരി മാങ്ങയും കൂടി മേടിച്ചോണ്ട് തന്നെ. എനിക്ക് മാങ്ങ തിന്നാൻ കൊതിയാവും. മാങ്ങ തിന്നാൻ കൊതി എന്തടി? അതല്ല പഴുത്ത മാമ്പഴേ. മാമ്പഴം അത് മേടിക്കാം. ഞാനിങ്ങ് പോന്ന വഴിക്ക് അവിടെ കണ്ട അവിടെ കൂട്ടിയിട്ട് ഇഷ്ടംമാരെ വിൽക്കണ്ട്. ആദായ വിൽപ്പനയാണ്. 2.5 കിലോ 50 രൂപ. നിനക്ക് എത്ര കിലോ വേണം? നല്ലത് നോക്കി മേടിച്ചോളാം. കുറച്ച് മതി. 2 കിലോ ഒരു 4 കിലോ ആയ കുഴപ്പമുണ്ടോ? 2 കിലോ മതിയാ? ഓ ഞാൻ വച്ചോണ്ട് വരാം. വേഗം എന്നോട്ടാ. പിന്നെന്താ? എന്റെ കൊച്ചിന് തരാണ്ട് പിന്നെ ആർക്കാ കൊടുക്കണം ഞാൻ? പുഴുവുള്ളതും ഇല്ലാത്തൊക്കെ ഇപ്പൊ ഭാഗ്യം പോലെ ഇരിക്കും. നമ്മളെ സമയം കൊള്ളാമെങ്കിൽ പുഴു കാണിക്കാം. എനിക്ക് കൊതിമൂത്ത് മേടിച്ചാൽ പിന്നെ ചിലപ്പോ പുഴു കാണും. പക്ഷെ മാങ്ങ എന്ന് പറയാ നമ്മളെ പഴയ പാലായില്. ഓ എന്റെ പൊന്ന് തക്കളി മോളെ ഒരു മാവുണ്ട, ഒരു നാട്ടുമാങ്ങ. ഓ അതില് മാങ്ങയുടെ മണം. ഇപ്പോഴത്തെ മാങ്ങയ്ക്ക് മണമുണ്ടോ? അതിന് എവിടെ മണമുണ്ട്? മണമില്ല ഗുണവും ഇല്ല. സത്യം പറഞ്ഞ ഇതിന് നല്ല മണമൊക്കെ ഉണ്ട്. വലിയ അത്രയൊന്നുമല്ല. നമ്മുടെ ആ നാട്ടുമാങ്ങയുടെ മണമെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. എന്താ മാവിക്കറിയാതെ? ഈ ആന്റി ഉണ്ടല്ലോ, ആന്റി അവിടുത്തെ പ്രധാനപ്പെട്ട മരം കയറിയായിരുന്നു. നീയല്ലേ, നിനക്ക് വേണ്ടിട്ടല്ല ഞാൻ മരം കയറി. നീ ഇവൻ കേറൂലടാ. ഇവൻ കേറൂല. ഇവന് ഭയങ്കര മടിയാണ് മരം കയറാൻ പറഞ്ഞ. തല കറങ്ങുന്നു തല. അതെനിക്ക് തല കറക്കം ഇപ്പോഴും ഉണ്ട്. ഈ പൊക്കത്തൊക്കെ ഉള്ള ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് താഴ്ത്തു നോക്കിയാൽ ഇപ്പോഴും തല ചുറ്റും. എന്നിട്ട് എന്താ ഞാൻ മോളിൽ കയറി മാങ്ങ പറിച്ചു കഴിഞ്ഞപ്പോ അതേ കിടക്കണം. എന്തും ഉറുമ്പ് കടിച്ച് എന്നെ തലത്ത്. അതന്നെ. അല്ലാതെ എന്നെ സംഭവം പറഞ്ഞുതരാം. പേരെന്നില്ല, പ്ലാവെന്നില്ല, മാവെന്നില്ല, എല്ലാത്തിലും എന്തിനു വേണേലും കേറും. അങ്ങനത്തെ ഒരു മുതലായി. നീ കഴി നിനക്കല്ലേ കൊതി മൂത്ത് ഇന്ന് കേറാൻ പറ്റുമോ? ഈ തൊടി വെച്ച് ഞാനെങ്ങനെ കേറും? അതെ അവിടെ നാട്ടിലെല്ലാരും പാലായിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വിളിച്ചിരുന്ന ഒരു പേരുണ്ട്, മരം കേറി മറിയമ്മ. അറിയാ മടിയമ്മത്തായി. നീ പതുക്കെ പറയുന്നത് നാട്ടുകാരും വിളിക്കും. ഇനി വേറൊരു തമാശ പറഞ്ഞുതരാം. ഈ പൗലോ അങ്കിളില്ലേ, പൗലോ അങ്കിൾ ആന്റിയെ പെണ്ണ് കാണാൻ വന്ന സമയം അതൊക്കെ അറിയണ കൊച്ചുങ്ങൾ അറിഞ്ഞിരിക്കണം. എടി പെണ്ണ് കാണാൻ വന്ന് അവിടെ എല്ലാം കൊണ്ടുവച്ചിട്ട് പെണ്ണിനെ ചായ കൊണ്ടുവരാൻ പെണ്ണിനെ കാണാനില്ല. അവസാനം നോക്കിയപ്പോണ്ടല്ലോ തൊട്ട് ഫ്രണ്ട് ഇരിക്കുന്ന പേരയുടെ മണ്ട ഇരിക്കുക ആന്റി. അങ്ങനെ അപ്പൊ പൗലോസച്ചായൻ പറയും ഇത് പെണ്ണല്ലല്ലോ ആണല്ലേ. അത് ഉമ്മന്നല്ല. അയാൾക്ക് ജോലി ഉള്ളതുകൊണ്ടാ നിന്നെ അങ്ങനെ കെട്ടിച്ചല്ലേ. പിന്നെ വേറെ എങ്ങനെ നല്ല ആണെങ്കിലും പിന്നെ എത്ര സ്മാർട്ട് ആയിട്ടുള്ള പെണ്ണ് വേറെ ഭയങ്കര സ്മാർട്ട് തന്നെ. ഇപ്പോഴും അങ്ങനെ തന്നെ ഒരു ലക്ഷം മാങ്ങണമെങ്കിൽ അവൾക്ക് കൊടുക്കും. അയ്യോ അവൾക്ക് വേണ്ടായിരിക്കും. ആലീസിനെ കൊണ്ടുവരുന്നൊക്കെ വിചാരിച്ചാടി. പക്ഷെ ആലീസിന്റെ പപ്പയെന്ന് പറഞ്ഞ ജീവനാ. വേറെ ആരും വേണ്ട. നീ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നാലും അവൾക്ക് അവിടെ പപ്പേനോട്ട് ആലീസിന് വേണ്ട. ആലീസിന്റെ പപ്പയാണ് ജീവൻ. ഇവിടെ ഇവക്ക് എന്നെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല. പിന്നെ നോണെ സോപ്പിടാൻ വേണ്ടിട്ട് എന്തേലും കാര്യം കാണാൻ വേണ്ടിട്ട് മാത്രം. ഞാൻ അവിടെ മേടിച്ചപ്പോ തന്നെ ഒരെണ്ണം ഫുള്ള് കഴിച്ചു നോക്കിട്ടാ മേടിച്ചേ. ഇതിന് പുഴവൊന്നും ഉണ്ടായില്ല. പുഴുവില്ല. അത് നമ്മള് ഭാഗ്യം പോലെ ഇരിക്കും. പുഴുവില്ലാത്ത
അയ്യോ സത്യം പറഞ്ഞാണ്ടല്ലോ ഇപ്പോഴാണ് ഒരു വീടായത് കേട്ടോ. ഞാനിപ്പോ വേറൊന്നല്ലേ ഇവിടെ കുറ്റം പറയണല്ലോ കേട്ടോ. ഞാനില്ലാതെ ഇപ്പൊ മാങ്ങ വീട്ടിൽ മേടിച്ചോണ്ടെന്ന് വെച്ചോ, എനിക്ക് ഒരു കഷ്ണം മാങ്ങ തിന്നണമെങ്കിൽ ഉണ്ടല്ലോ അവളുടെ ജോലിയെല്ലാം കഴിഞ്ഞ് എല്ലാ പരിപാടിയും ഒതുക്കി വെച്ചിട്ട് അവളുടെ സമയം കണ്ടെത്തിയിട്ട് ഈ മാങ്ങ കട്ട് ചെയ്ത് എനിക്കൊരു പീസ് തരും. ആ സമയക്കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച് വാങ്ങിച്ചോണ്ടുന്ന സാധനമല്ലേ. അത് ശരിയാ, നിനക്ക് ഇത്തിരി അവന് സ്നേഹം കാണിച്ചൂടെ? ഒരു കണക്കിനെ ഞാൻ പറഞ്ഞ ഈ മൗനവ്രതം കുറച്ച് അധികം നാൾ നിന്നാൽ നല്ലതാ. ഇല്ലെങ്കിൽ മറ്റേ FM റേഡിയോ ചലച്ചോണ്ടിരിക്കണോ 24 മണിക്കൂർ എന്റെ ചെവിക്ക് റെസ്റ്റ് ഇല്ല. അവിടെ വാ തുറക്കണം എന്തിനാണ് വഴക്കൂടാൻ, അല്ലാതെ വേറെ ഒന്നിനും ഇത്തിരിയൊക്കെ അവനോട് ഇത്തിരി സ്നേഹം കാണിക്കും. നീ ഏത് നേരം അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പൊന്നോടെ പറഞ്ഞോളെ സ്നേഹം കാണിച്ചില്ലേലും കുഴപ്പമില്ല. അവൾ എന്നെ വഴക്ക് പറയാതെ എന്നോട് തെറി പറയാതെ ഇരുന്നാ മതി. ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടൊന്നും നിനക്ക് എന്തായാലും ഉണ്ട്. ഞാനെങ്ങാനും അവിടെ വെച്ചെങ്ങാനും ഞാനോട് ഒരു ഇത്തിരി ഒച്ചയുയർത്തി സംസാരിച്ചാലുണ്ടല്ലോ കഴിഞ്ഞ്. അങ്ങനെയുള്ളൊരു ഗതിയോടൊന്നും നിനക്കൊന്നും ഇല്ലല്ലോ. എന്തായാലും നിനക്ക് അവന് ഇത്ര സപ്പോർട്ട് ചെയ്യണ്ട എല്ലാ കാര്യത്തിലും. എന്റെ പഴയ സ്വഭാവം നിനക്കറിയാല്ല. അതൊന്നും ഞാൻ ഇവിടെ എടുക്കണില്ല. ഞാൻ പരമാവധി ക്ഷമിച്ചു. എന്തായാലും പെണ്ണുങ്ങളെ ഇത്തിരിയൊക്കെ അടക്കം ഒതുക്കൊക്കെ വേണം. ഈ നേരം അവനോട് മെക്കിട്ട് കയറാൻ നിന്നാ പിന്നെ അവന് ദേഷ്യം വരൂല്ലേ? അത് ഞാൻ ഇങ്ങനെ താന്നു കൊടുക്കണുണ്ട്. ഈ തോളയിൽ ഇരിക്കാൻ പറഞ്ഞ ഉടനെ പിന്നെ ചെവി ഇന്നും പിന്നെ തലയിൽ കയറും. പൗലോചാനെ പോലത്തെ ഒരുത്തനായിരിക്കണം അറിഞ്ഞു നിനക്ക്. അങ്ങനെയാണെങ്കിൽ നീ പഠിച്ചാൽ. അതെ, എനിക്കങ്ങനെ അവൻ അറിഞ്ഞോളാന്നൊന്നും ആരും വിചാരിക്കണ്ട. പക്ഷെ ഞാനതല്ല, എല്ലാം ഒരു കുടുംബജീവിതം ആകുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോണം. പിന്നെ വേണ്ട ഇത് കാരണം മുതൽ നിൽക്കുകയല്ലേ. ക്ലാര ആന്റി, അമ്മയെ ഞാൻ എത്ര വട്ടം ഉപദേശിക്കുമെന്നോ, ചുമ്മാ ഡാഡിയായിട്ട് വഴക്കുണ്ടാക്കൽ, ഇങ്ങനെ ശബ്ദമൊക്കെ ഭയങ്കരമായിട്ട് കൂട്ടി സംസാരിക്കല്. അപ്പൊ എന്നതാ വഴക്ക് പറയും തിരിച്ച്. കൊച്ചു പോലും പറയുന്നു. സത്യം പറഞ്ഞാൽ നീ ഇപ്പോൾ വന്ന് ഓരോന്ന് പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് പലതും ചിന്തിച്ച് ഞാനിങ്ങനെ ആലോചിക്കണം. ഞാൻ വെറും പൊട്ടനായിട്ട് ഇവിടെ ജീവിക്കുകയായിരുന്നു. നീ കൊണ്ടുപോയി തലേ കയറ്റി വെക്കണേന്റെ ഇതെല്ലാം കുറേയൊക്കെ. അല്ല, അതുകൊണ്ട് കുടുംബജീവിതത്തിന് വേറെ കുഴപ്പമൊന്നുമില്ല, സമാധാനമായിട്ട് പോകണല്ലോ. അങ്ങനെയല്ലേ കുടുംബം. അല്ലെ അവിടെ ഞാൻ നിന്റെ കെട്ടിയനെ പോലെ ആയിരുന്നെങ്കിലാ സമാധാനം ഉണ്ടാവോ വീട്ടില്? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയല്ലേ ഒന്ന് താന്നു കൊടുക്കണം. നമുക്കെന്താ ഒരു പ്രശ്നമില്ല. പിന്നെ ഇതെല്ലാം സഹിക്കാം. ഇവിടെ ആങ്ങളെയും അമ്മയും കൂടെ ഏറ്റവും കൂടെ ഒന്ന് ഒത്തുകൂടി കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ എൻ്റെ പോകും. എനിക്ക് തോന്നുന്നു കനകനാണ് ഇവിടെ ഇച്ചിരി എരിക്കൂട്ടി കൊടുക്കണ എല്ലാ കാര്യത്തിലും. തോന്നാനൊന്നുമില്ല, സംഭവം ശരി തന്നെ. അവന് തന്നെ അളിയന് പണ്ടേ തന്നെ അത്ര താല്പര്യം ഇല്ലല്ലോ. ഇപ്പൊ നല്ല സുഖമുണ്ടോ? നിങ്ങൾ എന്ത് കാര്യത്തിനും കൂടെ വന്നേക്കണേ? ഞങ്ങൾ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിട്ടാണോ? ഒരു ആങ്ങളെയും പെങ്ങളും. ഞാൻ ഈ പട്ടിണിക്ക് പാട് കിടക്കണ എന്തിനാന്നറിയാമോ? ഈ മനുഷ്യന് വേണ്ടിട്ടാ, ഇങ്ങോട്ടൊന്ന് നന്നായി കാണാൻ വേണ്ടിട്ട്. മാങ്ങ നിന്നത് ഞാനൊന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അധികം. ഇവിടെ വന്ന് തിന്നാൻ മാത്രമാണ് ഒരു ഇറങ്ങി പോവുള്ളൂ മാങ്ങ. എന്റെ ദൈവം, ഇവക്ക് എന്ത് പറ്റിയത്? ഞാനൊന്നും പറഞ്ഞില്ല. ഞാനേ പോയിക്കാം. നിങ്ങളായി നിങ്ങളുടെ വാടായി. നിങ്ങൾക്ക് ഇപ്പൊ മാങ്ങ തിന്നാനും ഒക്കെ അറിയാലോ. മനുഷ്യന് ഇച്ചിരി ചൂടുവെള്ളം ഉണ്ടാക്കി തരാൻ പറ്റാൻ നിങ്ങളുടെ കൈ പൊങ്ങൂലല്ലോ. ഇപ്പഴാ നിങ്ങക്ക് സന്തോഷം കിട്ടിയതല്ലേ? ഒരു വീടായ ബഹളം ഉണ്ടാവും, പിണക്കം ഉണ്ടാവും, ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും. നിങ്ങക്ക് സഹിക്കാൻ പറ്റുമോ? അത് സഹിക്കാൻ പറ്റുമോ? എന്നെ സഹിക്കാൻ പറ്റുമോ? എന്നാ അകത്തോട്ട് വാ. പക്ഷെ നിന്റെ മൗനവ്രതം ഉണ്ടാ. നിങ്ങൾ നന്നാവണ്ട. നിങ്ങൾ ഇങ്ങനെ തന്നെ ജീവിച്ചാ മതി കേട്ടോ. ഞാൻ ഈ മൗനവ്രതം ഉണ്ടാക്കി എടുത്തിട്ട് വേണം